കർത്താവിന് സ്തോത്രം. നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രോഗ്രാം ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കാൻ പോവുകയാണ്. 74ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കൊലങ്ങാട് സെൻറ്ററിലുള്ള കർത്തദാസന്മാർ, ദൈവദാസന്മാർ, സഹോദരന്മാർ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരാൻ കർത്താവ് സഹായിച്ച ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സുനിൽ വേട്ടമല അവറുകൾ, സെഷന്മാരെ കർത്തദാസന്മാർ ഏവർക്കും ഒരു പ്രാവശ്യം കൂടി പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായി പാസ്റ്റർ TP ഹാൻസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്കൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ ദൈവമുഖാന്തരം ഒരുക്കി. സമയത്തിൻ്റെ പരിമിതിക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കാം. മുട്ടുചിറ സഭയിലെ ദേവദാസനായിരിക്കുന്ന മാത്തുക്കുട്ടി പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാരംഭം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അൻപുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ ഏറ്റവും നല്ല രാവിലെ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് രാവിലെ വന്ന് കർത്താവിനൊരവസരം തന്നല്ലോ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യദിനം ആയി വേർതിരിച്ചിരിക്കുന്ന ഓഗസ്റ്റ് 15 രാവിലെ ഞങ്ങളുടെ രാജ്യത്തോടുള്ള ആദരവും ഞങ്ങളുടെ രാജ്യത്തോടുള്ള ബഹുമാനവും നിമിത്തം രാജ്യമെമ്പാടുമുള്ള ആളുകൾ രാജ്യത്തോടുള്ള ആദരവ് കാണിക്കുന്നത് പ്രകാരം ഞങ്ങൾക്കും കുറവിലങ്ങാട് സെൻറ്ററിലുള്ള കർത്തൃദാസന്മാർക്ക് ഇവിടെ ഒത്തുചേർന്ന് കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. ആയിരക്കണക്കിന് ജവാന്മാർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവൻ ഇപ്പോഴും പലരും അതിർത്തികളിൽ കാവൽ കാത്തു നിന്നുകൊണ്ട് ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യം കൊണ്ടാടുമ്പോൾ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിച്ച സ്വാതന്ത്ര്യത്തെ കൂടെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടെ മനസ്സിലാക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മഹനീയമായ ശുശ്രൂഷ ഇവിടെ നിർവഹിപ്പാനെത്തിയിരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കുറവിലങ്ങാട് സെൻറ്ററിൻ്റെ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന എക്സിക്യൂട്ടീവ്സ്, മറ്റ് കർത്തൃദാസന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരുമിച്ച് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ ഈ സഭാ ഹാളിൻ്റെ അങ്കണത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലിരിക്കട്ടെ. ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത സ്വാഗതം പറയുന്നതിനായി കോതല്ലൂർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അജീഷ് സത്യൻ ദേവദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 74ാമത് സ്വാതന്ത്ര്യ ദിനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ സഹോദരന്മാർക്കും മാതാപിതാക്കന്മാർക്കും ഈ സെൻറ്ററിലെ എല്ലാ അഭിഷിക്തന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം പറയുവാനാണ് ഞാൻ ആയിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. നമ്മുടെ സെൻറ്ററിൻ്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ വേട്ടമലയാണ് ഈ ഫ്ലാഗ് ഉയർത്തുന്നത്. കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ, നല്ലവരായ സഹോദരന്മാർ, എല്ലാ വിശ്വാസി സമൂഹങ്ങളെയും ഈ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നന്ദി പാസ്റ്റർ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത് ഫ്ലാഗ് ഉയർത്താൻ നമ്മുടെ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും ആയിരിക്കുന്ന സുനിൽ വേട്ടമല എന്ന ദേവദാസനെ മുന്നോട്ട് ക്ഷണിക്കും. ദയവായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം 74 വയസ്സിൻ്റെ പക്വതയോടെ പ്രൗഢമായ ചുവടുവയ്പ്പുകളോടെ നമുക്ക് അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതൊരു ഭാരതീയനും അഭിമാനം പകരുന്ന ദിവസമാണ് ഇന്ന്. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയതോടെ ആരംഭിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ വൈദേശിക ആധിപത്യത്തിന് വിരാമം കുറിച്ചത് 1947 ഓഗസ്റ്റ് 15 മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിൽ വസിക്കാൻ അഭിമാനമുള്ള ഒരു പൗരനും കഴിയുന്നതല്ല. അത്തരം സ്വാഭിമാന ബോധമാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മഹത്തായ വ്യക്തികളെ നയിക്കുവാനിടയായി തീർന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുടുംബമായിരുന്ന പഴശ്ശി രാജാവ്, തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ, പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തുടങ്ങി അനേക വ്യക്തികളുടെ പേരുകൾ എടുത്തു പറയാനായിട്ടുണ്ട്. ബ്രിട്ടീഷ് സേനയോട് സധൈര്യം എതിർത്തു നിന്ന പഴശ്ശി രാജാവ് വയനാടൻ മലനിരകളിൽ ശത്രു സൈന്യങ്ങളാൽ വളയപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ
കോട്ടയം ജില്ലയിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ചങ്ങനാശ്ശേരി മാർക്കറ്റ്. ആദ്യത്തെ വിൽപ്പന അത് ആ മാർക്കറ്റിൽ എഴുതി വച്ചിട്ടുണ്ട്. ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ അദ്ദേഹം മണ്ണടിയിൽ പിടിക്കപ്പെടുമെന്ന് ആയപ്പോൾ മാനവസിംഹൻ എന്നൊരു വ്യക്തിയാൽ ഒറ്റുകൊടുത്ത് പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ പിടിക്കപ്പെടുകയും മദിരാശിയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കേരളത്തിൽ അനേക വീരപുരുഷന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി. അദ്ദേഹം സഹന സമരത്തിലൂന്നിയ നടത്തിയ സമരമാണ് വിദേശികളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുവാൻ മുഖാന്തരമായി തീർന്നത്. ബ്രിട്ടനിൽ അദ്ദേഹം നിയമബിരുദം നേടുവാനിടയായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം തൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. അഹിംസ എന്നുള്ള സിദ്ധാന്തം അദ്ദേഹത്തിന് ലഭിച്ചത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തനിക്ക് ബൈബിളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു ആരാധനയിലേക്ക് A.W. ടോസർ എന്നു പേരുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ ക്ഷണിക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിക്ക് കൊണ്ടുപോവുകയും തനിക്കൊരു ബൈബിൾ അവിടെ വെച്ച് നൽകപ്പെടുകയും ചെയ്തു. ക്വാഡ്സ് എന്നു പേരുള്ള സഹോദരൻ ജോർജ് മുള്ളറിൻ്റെ ജീവിതത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിജിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മുറേ എന്നു പേരുള്ള ഒരു ദൈവഭക്തൻ അവിടെ വെച്ച് ഗാന്ധിജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അധികം ആരും ചിന്തിക്കാത്ത ഒരു രഹസ്യമല്ല, മനസ്സിലാക്കാൻ ആളുകൾ മെനക്കെടാത്തൊരു കാര്യം, മഹാത്മാഗാന്ധിജി പങ്കെടുത്ത ആരാധന ആഭരണം ധരിക്കാത്ത ക്രിസ്ത്യാനികളുടേതായിരുന്നു. ആഭരണം ധരിക്കാത്ത ക്രിസ്ത്യാനികൾ ആരാണ് ലോകത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കക്കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ട്. അവിടെ നിന്ന് ബൈബിൾ സത്യങ്ങളും യേശുക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് താൻ മനസ്സിലാക്കി. എന്നാൽ ദുഃഖകരമായൊരു കാര്യം അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വന്നു. ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അന്വേഷണമല്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതിൽ നമ്മളൊക്കെയും ഉത്തരവാദികളാണെന്നുള്ളതും പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ്. ആ ജന്മദിനം ഗാന്ധി ജയന്തി ദിനമായി നമ്മുടെ രാജ്യം ആചരിക്കുന്നതോടൊപ്പം 2007 ജൂൺ മാസം 15-ാം തീയതി ഐക്യരാഷ്ട്രസഭ ഗാന്ധിജിയുടെ ജന്മദിനം അഹിംസാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനൊരു വലിയ ബഹുമാനവും നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ എത്തിയെങ്കിലും ആ സ്വാതന്ത്ര്യത്തിന് ചില രേഖകളെങ്കിലും നമുക്കിടയിൽ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. 3 സെൻറ്റിൽ പാർക്കുന്ന ജനകോടികൾ, അതുപോലുമില്ലാത്ത ജനകോടികൾ ഉള്ള രാജ്യമാണ് ഇത്. 3 സെൻറ്റ് വസ്തുവില്ലാത്തവർക്ക് കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും 3 സെൻറ്റ് 5 സെൻറ്റായിട്ട് ഒന്ന് ഉയർത്തിയിരുന്നെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നു. ഗവൺമെൻറ് അത്തരത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ശമ്പളം കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വികസന കാര്യങ്ങൾക്ക് പണമില്ല.
ശമ്പളത്തിന് വേണ്ടി നൽകിയിട്ട് ബാക്കി 50% വേണ്ടി ഉപയോഗിക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ഉണ്ടാകേണ്ടി. ശമ്പളം കുറെ പേർ ഈ രാജ്യത്തുണ്ട്. വളരെ വരുമാനം കുറഞ്ഞ് ജീവിക്കുന്ന ആളുകളുമുണ്ട്. ശമ്പളം 1 ലക്ഷത്തിൽ അധികം കൊടുക്കണമോ എന്ന് ഗവൺമെൻറ് ആലോചിക്കേണ്ടതുണ്ട്. പരമാവധി ശമ്പളം 1 ലക്ഷമാക്കുകയും താഴേക്കിടയിലുള്ള വരുമാനം ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തത് നല്ലതല്ലേ? 1 ഇന്ത്യ 1 പെൻഷൻ എന്നൊരാശയം രാജ്യമൊട്ടാകെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്നുള്ളൊരാശയമാണത്. ആ ആശയത്തെ പിന്തുണയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം ചിന്തകളിലേക്ക് വരുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞാൽ വലിയൊരു വികസനം നമ്മുടെ രാജ്യത്തെ ഉണ്ടാകുവാനിടയായിത്തീരും. വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപയും, ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് 5 ലക്ഷം രൂപയും. ഇതിലൊരു സമാനതയില്ലായ്മയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കോവിഡ് എന്നൊരു മഹാമാരിയെ നമ്മുടെ രാജ്യം, ലോകം മുഴുവൻ നേരിടുകയാണ്. അതിനെ നേരിടുന്നതിൽ കേരള ഗവൺമെൻറ് വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതും എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതും സന്തോഷത്തോടെ ഓർക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളും പിന്തുണയ്ക്കുന്നു. ദൈവം അവർക്ക് ശക്തി നൽകട്ടെ. നമ്മുടെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ബഹുമാന്യനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അവരെ ഓർത്തും, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ ഓർത്തുകൊണ്ടും, നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഓർത്തുകൊണ്ടും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ സമൂഹം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇതുപോലൊരു സമൂഹം വേറെ ഏതുണ്ട് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബഹുമാന്യ നേതാക്കളോട് ഞങ്ങൾക്കുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് 6 വർഷം മുമ്പ് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ രൂപപ്പെടുവാനിടയായി. എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടർ? ബ്രിട്ടീഷ് വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കൻ റൂസ്വെൽറ്റും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു കപ്പലിൽ വെച്ചുണ്ടാക്കിയ ഒരു ധാരണയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 4 വിധ സ്വാതന്ത്ര്യം അറ്റ്ലാന്റിക് ചാർട്ടർ പ്രഖ്യാപിക്കുന്നു. 1, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2, അഭിപ്രായ സ്വാതന്ത്ര്യം. 3, ആരാധനാ സ്വാതന്ത്ര്യം. 4, ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഭയത്തിൽ നിന്ന് മോചിതനാകണം. മനുഷ്യൻ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതനാകണം. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും മനുഷ്യന് ലഭിക്കണം. ആരാധന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണം. ഈ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം വിശ്വസിക്കുന്ന ജനതയാണ് ഇന്ത്യ. ലോകത്തിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള ഇന്ത്യ, ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന നാട്, വിവിധ തരം ജനതതി ഉൾക്കൊള്ളുന്ന നാടാണ്. എന്നാൽ ഇതിനെല്ലാം കൂടെ സാംശീകരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ത്യക്കുള്ളത്. ഈ ഇന്ത്യൻ പശ്ചാത്തലം മതേതരത്വത്തിൽ തന്നെ നിലനിൽക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രവർത്തിക്കാനുള്ളതായ, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണ അവസ്ഥയിൽ നമുക്ക് ലഭിക്കുമാറാകണം. അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടരേണ്ടതുമാണ്. ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളിനും
തൻ്റെ അഭിപ്രായം പരസ്യപ്പെടുത്താനും താൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെന്ന് നമ്മുടെ ഭരണാധികാരികൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവിധ സ്വാതന്ത്ര്യം മനുഷ്യന് ലഭിക്കണമെങ്കിൽ സുപ്രധാനമായൊരു സ്വാതന്ത്ര്യം കൂടെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. എന്താണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? പാപം എന്താണ്? തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിക്കാണ് പാപം എന്ന് പറയുന്നത്. കൊലപാതകങ്ങളുടെ പിൻപിൽ പാപമാണ്, അക്രമങ്ങളുടെ പിൻപിൽ പാപമാണ്. മനുഷ്യനെ സ്നേഹിക്കാത്ത, മനുഷ്യനേക്കാൾ മൃഗത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ, അത് ദുരവസ്ഥ തന്നെയാണ്. ഇതൊക്കെ പാപം വിളിച്ചു വരുത്തുന്ന ദുഃഖകരമാകുന്ന അവസ്ഥകളാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടേ മതിയാകും. ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസക്തി. സ്വർലോകം വിട്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിലേക്ക് വരുവാനിടയായി. ഭൂമിയുടെ മധ്യസ്ഥാനമായ പാലസ്തീനിൽ യേശു ക്രിസ്തു ജന്മമെടുക്കുവാനിടയായി. 33.5 വർഷങ്ങൾ ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച യേശു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മാനസാന്തരം പ്രസംഗിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചു. നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ച യേശുവിൽ ഒരു തെറ്റും ചൂണ്ടിക്കാട്ടുവാൻ ആർക്കും കഴിഞ്ഞില്ല. ലോകത്തിൽ വിധിന്യായവും വിധിയും രണ്ടായിട്ട് വന്ന ഏക അവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ കേസിന്മേലാണ്. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ പറയുകയും ക്രൂശ് മരണ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഒരു കുറ്റവും കാണാതിരുന്ന യേശുവിനെ ക്രൂശ് മരണത്തിന് വിധിക്കുവാനിടയായി. എന്തായിരുന്നു? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ദിവ്യ ബലിയായി തീർന്നത്. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് 10 പൈസ മുടക്കില്ലാതെ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു എന്നുള്ളതായ വേദപുസ്തക സത്യം ഈ സമയം ഞാനും അനുസ്മരിക്കുകയാണ്. കർത്താവായ യേശു നൽകുന്ന സമാധാനം നിത്യമായ സമാധാനമാണ്. ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനമാണ്. ആ ദിവ്യ സമാധാനത്താൽ നമ്മളെല്ലാവരും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അഭിമാന പുരസ്സരം 74ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുറവിലങ്ങാട് സെൻറ്ററിലുള്ള സഭകളും ജനങ്ങളും പാസ്റ്റേഴ്സും അഭിമാന പുരസ്സരം പങ്കുചേരുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി. വാസുദേവ് അനുഗ്രഹിക്കട്ടെ. അടുത്തായി കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ട്രഷററായി തുടരുന്ന സിബി സഹോദരനെ വിളിച്ച് ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കുറവലങ്ങാടിൻ്റെ അധ്യക്ഷനും ആയിരിക്കുന്ന പാസ്റ്റർ സുനിൽ വേട്ടമല അവർക്കും, അതുപോലെ കുറവലങ്ങാട് സെൻറ്ററിൻ്റെ ദൈവദാസന്മാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കും, സെക്രട്ടറി പാസ്റ്റർ കെ ടി ബാബു അവർക്കും എല്ലാവർക്കും വീണ്ടും വരുന്നതായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ 74ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സഭ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുറവലങ്ങാടിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി അഭിമാനം നമുക്ക് കാഴ്ചവെക്കുവാനും ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്നത് കൃതജ്ഞത പറയുന്നതിന് വേണ്ടിയാണല്ലോ. ഇങ്ങനെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ, പതാക ഉയർത്തുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുറവലങ്ങാട് സെൻറ്ററിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സുനിൽ വേട്ട അവർക്ക് ഞാൻ എൻ്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുറവലങ്ങാട് സെൻറ്ററിൻ്റെയും തമ്മിലുള്ള കൃതജ്ഞത ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുറവലങ്ങാട് സെൻറ്ററിൻ്റെ
ഉപാധ്യക്ഷനായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നതായ പാസ്റ്റർ ഹാൻസൺ അവർക്ക് ഈ മീറ്റിങ്ങിൻ്റെ പേരിലും ഈ സെൻറ്ററിൻ്റെ പേരിലുള്ളത് കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ സെൻറ്ററിൻ്റെ ചുക്കാൻ പിടിക്കുന്നതായ സെക്രട്ടറി പാസ്റ്റർ KT പാവു അവർക്ക് ഈ മീറ്റിങ്ങിൻ്റെ പേരിലും അതുപോലെ ഈ സെൻറ്ററിൻ്റെ പേരിലുള്ള എല്ലാ കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ കടന്നു വന്നതായ എല്ലാ ദൈവദാസന്മാർ, പാസ്റ്റർ സജി വർഗീസ്, പാസ്റ്റർ TO സാമുവൽ, പാസ്റ്റർ PP ചാക്കോ, പാസ്റ്റർ MJ ബാബു, KM ബേബി പാസ്റ്റർ, അതുപോലെ ഈ സഭയിലെ പാസ്റ്റർ അജീഷ് പാസ്റ്റർക്കും, പാസ്റ്റർ PP ഡാനിയൽ, മാറ്റുക്കുട്ടി പാസ്റ്റർ, KM ബേബി പാസ്റ്റർ, UP മാത്യു പാസ്റ്റർ, അങ്ങനെ എല്ലാ ദൈവദാസന്മാർക്കും ഈ യോഗത്തിൻ്റെ വീട്ടിലേക്കൊരു സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അംഗമായിരിക്കുന്ന നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ സഹോദരി സമാജത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ഒമേഗ അമ്മാമയ്ക്കും എൻ്റെയും അതുപോലെ ഈ സെൻറ്ററിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അങ്ങനെ എല്ലാം കടന്നു വന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. വിളയംകോട് ശുശ്രൂഷിക്കുന്ന സജി വർഗീസ് ദേവദാസം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചാക്കോ പാസ്റ്റർ ആശീർവാദം പറയുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രാർത്ഥന ഇന്ന് രാവിലെ അതിശക്തമായ ഒരു സന്ദേശം നൽകുവാൻ കർത്താവ് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൂടെ, കോവിഡ് എന്ന മഹാമാരിയിലൂടെ, പ്രളയത്തിലൂടെ, വെട്ടുക്കിളി ശല്യത്തിലൂടെ രാജ്യം ഏതാണ്ട് എല്ലാ നിലയിലും നിലവിളിക്കുമ്പോൾ, ഉരുളുപൊട്ടലിലും മറ്റും അകപ്പെട്ട് ജീവിതങ്ങൾ തങ്ങളുടെ തലമുറകളെ നഷ്ടപ്പെട്ട് നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, തിരുമേനിക്കല്ലാതെ മറ്റൊരാൾക്കും ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിപ്പാൻ കഴിയുകയില്ല. മറ്റൊരുത്തലിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമമായ ഞങ്ങളുടെ കർത്താവിനെ ഈ പരസ്യ സ്ഥലത്ത് ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കായി, ആ സഹപ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിവേകത്തോടെ ഈ രാജ്യത്തെ നയിക്കാനുള്ള ദൈവകൃപ കൊടുക്കണമേ. ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കായി, സഹപ്രവർത്തകർക്കായി, ഞങ്ങളുടെ രാഷ്ട്രപതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ഐക്യതയോടെ, സ്നേഹത്തോടെ, സമ്പൽ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ, സാക്ഷാലുള്ള സ്വാതന്ത്ര്യം സകല മനുഷ്യരും അനുഭവിപ്പാൻ ഉള്ള ദൈവപ്രവൃത്തിക്കായി അവരെ എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ദൈവമക്കൾ എന്ന നിലയിൽ ഈ ദേശത്ത് ദൈവം തന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടും നിലകൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ ഏൽപ്പിച്ച ജനത്തെയും നിത്യത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്കെല്ലാം ദൈവകൃപ പകരണമേ. ഈ ദിവസം മനോഹരമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ ദൈവദാസിമാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും സൂക്ഷിപ്പും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ പകലിലും നമുക്ക് ജയം നൽകിക്കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.